പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ നടന്ന വയനാട് ദുരന്ത മേഖല ഈ ശനിയാഴ്ച സന്ദർശിക്കും. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തും. ദുരന്ത മേഖലയും ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കും. ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ സമയം മുതൽ കേരളത്തിന് മോദി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലായിരിക്കും മോദി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുക. ദുരന്തബാധിത പ്രദേശങ്ങൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ സന്ദർശിക്കും. അതിനുശേഷം ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ദുരിതബാധിതരും സർക്കാരും നോക്കിക്കാണുന്നത്. അതേസമയം ദുരന്തമുണ്ടായ സമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചിരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സന്നദ്ധത പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിക്കുമെന്നും ശനിയാഴ്ച എത്താനാണ് സാധ്യതയെന്നും സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ അന്തിമ തീരുമാനം ഉണ്ടായത് ഇപ്പോഴാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഏവരും ഈ ഒരു സാഹചര്യത്തിൽ ഉറ്റുനോക്കുന്നത്. അതേസമയം പുത്തുമലയിൽ ഇന്ന് 2 മൃതദേഹങ്ങളും 4 ശരീരഭാഗങ്ങളും സംസ്കരിച്ചു. ഇതുവരെ 41 മൃതദേഹങ്ങളും 180 ശരീരഭാഗങ്ങളുമാണ് സംസ്കരിച്ചത്. മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ സൺറൈസ് വാലിയിൽ നടത്തിയ പരിശോധന പൂർത്തിയാക്കി ദൌത്യസംഘം മടങ്ങിയെത്തി. കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ആശുപത്രിയിലേക്കും മാറ്റി. വയനാട് ദുരന്തത്തിൽ തകർന്ന വീടുകളുടെ കണക്കെടുപ്പ് തുടങ്ങി. പ്രദേശവാസികളെയും വീട്ടുകാരെയും ഒപ്പം കൂട്ടിയാണ് ഉദ്യോഗസ്ഥരുടെ ദൌത്യം. ചെളിയടിഞ്ഞ വീട്ടിൽ നിന്ന് ദുരന്തത്തിന്റെ 9ാം നാളിലും രേഖകൾ വീണ്ടെടുക്കാനായി. ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടിക ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടു. 138 പേരുടെ പേരും വിലാസവും ചിത്രവും ഉൾപ്പെടുന്ന പട്ടികയാണ് രാവിലെയോടെ പുറത്തിറക്കിയത്. ഒഡീഷയിൽ നിന്നുള്ള ഡോക്ടർ സ്വാധീൻ പാണ്ഡെയും പട്ടികയിലുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലെ ബന്ധുക്കളിൽ നിന്ന്, ആശാവർക്കർമാരിൽ നിന്നും പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നും വിവരം ശേഖരിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. സംസ്കരിച്ച തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ വിവരവും DNA ഫലവും ലഭ്യമാകുമ്പോൾ പട്ടികയിലെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും. തിരിച്ചറിയാത്ത 44 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും കഴിഞ്ഞ ദിവസത്തോടെ സംസ്കരിച്ചിരുന്നു. ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 414ആയി. വയനാട്ടിൽ തിരച്ചിൽ തുടരാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പുനരധിവാസം മന്ത്രിസഭ ചർച്ച ചെയ്തു. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളോട് സർക്കാർ സംസാരിക്കും. ദുരിതബാധിതരെ ബുദ്ധിമുട്ടിച്ചാൽ കർശന നടപടിയുമുണ്ടാകും.